വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ത്രൂ ദ ഓഷൻസ് അല്ലെ. ത്രൂ ദ കോണ്ടിനെന്റ് നമ്മൾ പഠിച്ചതാണ്. ഇത് ത്രൂ ദ ഓഷൻസ്, സമുദ്രങ്ങളിലൂടെ. നമ്മൾ അതിന്റെ ഒരു പാർട്ട് ഇട്ടതാണ്. ആദ്യത്തെ 17 ക്വസ്റ്റ്യൻ ആൻസർ ടെസ്റ്റ് വായിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടതാണ്. ഇനി അഥവാ അത് കിട്ടാതുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു തരാം കുഞ്ഞുങ്ങളെ കേട്ടോ. കണ്ടവരാണെങ്കിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കണേ. ഡാഷ് ഈസ് വൺ ഓഫ് ദ മേജർ കോമ്പോണൻസ് ദാറ്റ് റീറ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം കേട്ടോ. കാരണം എന്താ, നമ്മൾ സമുദ്രങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓഷനത്തിൽ എന്താ, വെള്ളമല്ലേ, ജലത്തെ കുറിച്ചാണ് അല്ലെ. ഇനി നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ 71% ജലമാണ് കേട്ടോ. എത്ര ശതമാനമാണത്? കാരണം അതിന് ഒരു ബോക്സ് പോലെ ഇട്ടിട്ട് അത് പഠിക്കാനുണ്ട്. 71% ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഭൗമ ഉപരിതലത്തിന്റെ 71% ജലമാണ്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% ജലമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെ ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ, ജലത്തിന്റെ വിവിധ സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? നമ്മുടെ ജലത്തിന്റെ വിവിധ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ: 1 ഓഷൻസ്, 2 ബാക്ക് വാട്ടേഴ്സ്, 3 ലേക്സ്, 4 റിവേഴ്സ്. ഓർഡർ ഒന്നും വേണ്ട കേട്ടോ, ഇതങ്ങ് പഠിച്ചാൽ മതി. സ്ട്രീംസ്, സ്പ്രിങ്സ്, റിസർവേഴ്സ്, അതുപോലെ വെൽസ്, ഇതെല്ലാം കേട്ടോ. എൻ്റെ മലയാളം എൻ്റെ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ, ഇതെല്ലാം ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകളാണ് അല്ലേ. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ജലം കിട്ടുന്നത് അല്ലേ. മഴയിൽ നിന്നും നമുക്ക് അല്ലേ, മഴയുണ്ടെങ്കിലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. ഈ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 എണ്ണത്തിൻ്റെ പേരും എഴുതി വെക്കണം കേട്ടോ. നമ്മളതെല്ലാം പറഞ്ഞതാണ്. എന്നാലും അഥവാ ആ ഒന്നാമത്തെ പാർട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതൊക്കെ ടെസ്റ്റ് വായിച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞത്. സർഫേസ് വാട്ടർ സോഴ്സസ് എന്താവും ഞങ്ങളെ ഈ ഉപരിതല ജലസ്രോതസ്സുകൾ. ഈ ഉപരിതലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ പുറത്തുള്ള കേട്ടോ. ഉപരിതല ജലസ്രോതസ്സുകൾ എന്നാൽ എന്ന് വെച്ചാൽ ഭൗമ ഉപരിതലത്തിൽ കാണപ്പെടുന്നതിനെയാണ് ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ഉപരിതല ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. അങ്ങനെയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് സോഴ്സസോ ആർ ഫൗണ്ട് ജസ്റ്റ് ബെനീത്ത് ദ സർഫസ് ഇൻസൈഡ് ദ എർത്ത് അല്ലേ. ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നാൽ അണ്ടർഗ്രൗണ്ട് സോഴ്സസിന്റെ മലയാളം എന്താണ്? ഭൂഗർഭ ജലസ്രോതസ്സുകൾ. അത് ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ അണ്ടർഗ്രൗണ്ട് സോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണെന്നാണ്. അപ്പം അത് അങ്ങനെയുള്ള വെള്ളം ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. നമ്മുടെ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്. സോഴ്സസ് ഓഫ് വാട്ടർ 2 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സർഫസ് വാട്ടർ സോഴ്സും ഉണ്ട്, അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സും ഉണ്ട്. 2 വിധമുണ്ട് അല്ലേ. സോഴ്സസ് ഓഫ് വാട്ടർ 2 വിധമുണ്ട്. നമുക്ക് ഉപരിതല ജലസ്രോതസ്സുകളും ഉണ്ട്, ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉണ്ട്. അതിൽ റിവറും ഓഷനും ലേക്കും ഒക്കെ ഉപരിതലത്തിലാണ് അല്ലേ. നമുക്ക് കാണാൻ പറ്റും ആ വെള്ളമൊക്കെ കിടക്കുന്നത് അല്ലേ. റിവറുകൾ, ഓഷൻസ്, ലേക്ക്, ഇതെല്ലാം ഉപരിതല ജലസ്രോതസ്സുകളാണ്. എന്നാൽ ഭൂഗർഭ ജലസ്രോതസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്സ്, ഈ കിണറ്റിനകത്തിലൊക്കെ ഊറ്റി ഇളകിയെന്നൊക്കെയാണ് നിങ്ങൾ ഇവിടുത്തെ നാട്ടിൽ ഇവിടെ പറയുന്നത് കേട്ടോ. ഊറ്റി ഇളകി വരുന്നുണ്ട് വെള്ളത്തിൽ, കിണറ്റിനകത്തിൽ എന്നൊക്കെ പറയും. അപ്പം നീരുറവ എന്നും പറയാം അല്ലേ. വെല്ല്, കിണർ, ബോർവെല്ല്, ഇതെല്ലാം എന്താണ്? ഭൂഗർഭ ജലസ്രോതസ്സുകളാണ് കേട്ടോ. 7 പോയിന്റ് ഓക്കെ ആണല്ലോ. 6 ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ നിങ്ങൾ? 7ാമത്തത്, വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ്? നോക്കൂ നിങ്ങൾ, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ ദിവസവും വെള്ളം എടുക്കുമല്ലോ അല്ലേ. ഈ വെള്ളം എവിടെ നിന്നൊക്കെ എടുക്കുന്നത്? ആ കിണറ്റിൽ നിന്ന്, കുഴൽ കിണറുകളിൽ നിന്ന്, നദികളിൽ നിന്ന്, നീരുറവകൾ അല്ലെ, സ്പ്രിങ്, വെല്ല്, ബോർവെല്ല്, റിവർ, ഇതെല്ലാം നമ്മൾ ദിവസവും ദൈനംദിന എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കേട്ടോ ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. 8ാമത്തെ ചോദ്യം, ഇൻസ്പൈറ്റ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ലിവിങ് ബീയിങ്സ് വൈ ഡസിൻറ്റ് ദ വാട്ടർ റൺ ഔട്ട്? എന്ന് വെച്ചാൽ നമ്മുടെ ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടും നമ്മുടെ ഭൂമിയിൽ അതല്ലേ, നമ്മൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ ജലം വേണമെന്ന് നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടാണ്? എന്നും നമ്മൾ ഈ വെള്ളം എടുക്കുന്നില്ലേ, ഇത് എന്തുകൊണ്ടാണ് ഈ വെള്ളം തീർന്നു പോകാത്തത്? ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ, അതായത് വാട്ടർ സൈക്കിള്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വാട്ടർ സൈക്കിളിനെ കുറിച്ചായിട്ടോ, താപ്പോട്ട്. അപ്പം ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ സൈക്കിൾ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ, വാട്ടർ ഇൻ ദ വാട്ടർ സോഴ്സസ് ഡു നോട്ട് ഗെറ്റ്
അല്ലെ എന്താ ഡു നോട്ട് ഗെറ്റ് ഡിപ്ലിറ്റഡ് എന്നാ കേട്ടോ, ഡിപ്ലിറ്റഡ് ഡെസ്പൈറ്റ് ഇറ്റ്സ് യൂസ്. അതായത് നമ്മുടെ ജലമണ്ഡലം എന്നാൽ എന്ത് നമുക്കിപ്പോൾ പഠിക്കാം. അപ്പോൾ ഈ ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രീയ ചലനത്തിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. എന്താ, ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രീയ ചലനത്തിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ എന്ന് വെച്ചാൽ എന്തോ നിങ്ങൾ ഈ ജലമണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഹൈഡ്രോസ്ഫിയർ എന്നാണ്. എന്താണ് ഹൈഡ്രോസ്ഫിയർ? ദ ഹൈഡ്രോസ്ഫിയർ ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഇൻ ദ എർത്ത് സർഫസ്, ഇന്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായിട്ട് കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായിട്ട് കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എഴുതിയെടുക്കണേ കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അതുപോലെ എഴുതിയെടുക്കണം. 10ാമത്തെ ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞു വാട്ടർ സൈക്കിൾ ഉണ്ടെന്നല്ലേ, എന്ന് വെച്ചാൽ എന്താ, ജലചക്രമെന്നോ ജലപരിവൃത്തി എന്നോ ഒക്കെ പറയാം. വാട്ടർ സൈക്കിൾ ഈസ് ദ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് അണ്ടർ ഇറ്റ്സ് സർഫസ് ആൻഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഭൂമിക്കുള്ളിലും ഭൂമിക്കകത്തും പുറത്തും, ഭൂമിക്കുള്ളിലും ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിൻ്റെ ചാക്രീയ ചലനമാണ് ജലപരിവൃത്തി അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ജലപരിവൃത്തിയുടെ മലയാളം വാക്കാണ് വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ജലചക്രം എന്ന് പറയുന്നത്. വാട്ടർ സൈക്കിൾ ഈസ് ദ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് അണ്ടർ ഇറ്റ്സ് സർഫസ് ആൻഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഭൂമിക്കുള്ളിലും ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിൻ്റെ ചാക്രീയ ചലനമാണ് ജലപരിവൃത്തി അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. അപ്പം ഇത് നമ്മുടെ ടെസ്റ്റിനകത്തിൽ അത് എങ്ങനെയാണ് ഈ ജലചക്രം നടക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ആ പടം നോക്കണം കേട്ടോ. അല്ലാതെ ഞാൻ പറയുന്നുണ്ട്, ഇത് കണ്ടോ, ഇത് ഞാൻ വിശദമായിട്ട് 1ാമത്തെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ്, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ഭൗമ ഉപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം, ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്തും അതുപോലെ നദികളിൽ നിന്നും അതുപോലെ തന്നെ എന്താ ഓഷൻസ്, ലേക്ക്, റിവർ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നും എന്ത് ചെയ്യുന്നറിയോ, അതാണ് ഈ വിവിധ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇവയിൽ നിന്നും ചൂട്, നമ്മുടെ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഇത് ബാഷ്പീകരണം എന്ന് വെച്ചാൽ ആവിയായിട്ട് അത് മുകളിലോട്ട് പോകുന്നു. അതാ സംഭവം. ബാഷ്പീകരണത്തിലൂടെ അത് നീരാവിയായിട്ട് മാറുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടാവും നിങ്ങൾ കേട്ടോ. അതിൻ്റെ മലയാളം അർത്ഥം ഞാനൊന്ന് എഴുതിയെടുത്തതേ ഉള്ളൂ. ചിലപ്പോൾ വാട്ടർ സൈക്കിൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് പറയരുത്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ വിവിധ ജലസ്രോതസ്സുകളിൽ ജലമുണ്ട് അല്ലേ, പലതരത്തിൽ. മഴ പെയ്ത് നമ്മുടെ ഭൂമിയുടെ പുറത്ത് വെള്ളം, നമ്മൾ അല്ലേ കിണറിൻ്റെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ നദി, റിവർ, പോണ്ട്, പല തരത്തിലുള്ള വെള്ളം കിടപ്പുണ്ട്. അതിങ്ങനെ നല്ലപോലെ സൂര്യൻ്റെ ഇതുകൊണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അല്ലേ ആവിയായിട്ട് നമ്മൾ പഠിക്കുകയല്ലേ, നീരാവിയായിട്ട് അതെന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നുണ്ട്. ബാഷ്പീകരണത്തിലൂടെ നീരാവിയായിട്ട് അത് മാറുന്നു. ഈ ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവിയായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, മുകളിലോട്ടല്ലേ. ഇത് അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി അത് അവിടെ നിന്ന് ഘനീഭവിച്ച് മേഘങ്ങളായിട്ട് അങ്ങ് രൂപം കൊള്ളും. അത് മുകളിലോട്ട് പോയിട്ട് മേഘങ്ങളായിട്ട് രൂപം കൊള്ളുന്നു. ഈ മേഘങ്ങൾ കൂടാതെ അവിടെ മൂടൽമഞ്ഞും തുഷാരം എന്നിവയും ഫോഗ് ഡ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടോ, ഫോഗ് ഡ്യൂ, ഇത് അതിനേട്ടോ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയും ഘനീകരണത്തിൻ്റെ മറ്റു രൂപങ്ങളാണ്. ഇനി പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ടോ നിങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഇനിയും പഠിക്കാം. വർഷണം എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ഈ പ്രസിപ്പിറ്റേഷനിലൂടെ അല്ലെ വർഷണത്തിലൂടെ ഈ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് വീഴുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയും ഈ നീരാവി മേളി ചെന്നിട്ട് മേഘങ്ങളായിട്ട് അവിടെ ചെന്നിട്ട് ഈ മേഘങ്ങൾ പരിധി കൂടുതൽ വരത്തില്ലേ എന്ന് വെച്ചാൽ ഒരുപാടായി കഴിയുമ്പോൾ വീണ്ടും അതിനവിടെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ അതെന്ത് ചെയ്തു, ഭൂമിയിലേക്ക് വീണ്ടും വീഴുന്നു. മഴ, മഞ്ഞ് വീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ ഇതിൻ്റെയൊക്കെ വിവിധ രൂപങ്ങളാണ്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയുടെ പുറമേ ഉള്ള വെള്ളം അല്ലെ ജലം ആവിയായിട്ട് നീരാവിയായിട്ട് മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് മേഘങ്ങളായിട്ട് മാറുന്നു. ഈ മേഘങ്ങൾ മാത്രമല്ല അവിടെ മൂടൽമഞ്ഞും തുഷാരവും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്ന്. ഇനി അങ്ങനെ ഈ മേഘങ്ങൾ കുറേ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഇതില്ല, എല്ലാം കൂടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ഭൂമിയിലേക്ക് മഞ്ഞായിട്ടും മഴയായിട്ട്, മഞ്ഞായിട്ട്, ആലിപ്പഴമായിട്ടൊക്കെ
പ്രസിപ്പിറ്റേഷൻ്റെ വിവിധ ഇതെല്ലാം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഏതായിട്ടാണ്? മഴയായിട്ട് വരുന്നുണ്ട്, മഞ്ഞ് വീഴ്ചയായിട്ട്, ആലിപ്പഴം വീഴ്ചയായിട്ടൊക്കെ വീഴുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 10 ഒക്കെ ആണല്ലോ. 11ാമത്തെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവാപ്പറേഷൻ, ബാഷ്പീകരണം എന്നാൽ എന്ത്? ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, ഒറ്റ വരിയേ ഉള്ളൂ. ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ച് ഇൻ ടു ഗേഷ്യസ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. ഒരു ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. The process by which a liquid changes into gaseous form with the help of heat. ഒരു ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടൻസേഷൻ എന്നാൽ? അതിൻ്റെ തന്നെ അല്ലേ ഘനീഭവിക്കുക. നമ്മൾ പറഞ്ഞു ഇത് വെള്ളം മുകളിലോട്ട് പോയിട്ട് അവിടെ ചെന്ന മേഘങ്ങളാകുന്നു. ഈ മേഘങ്ങൾ ഘനീഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? വായുവിലെ ജലബാഷ്പം തണുത്ത് ജലമായിട്ട് മാറുന്നതിനെയാണ് നീരാവിയായ ജലമുണ്ടല്ലോ, മേളിൽ ചെന്ന വെള്ളം ഈ സൂര്യൻ്റെ ചൂടേറ്റ് എന്ത് ചെയ്യുന്നു, ഈ നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്നെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇത് അവിടെ ചെന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ജലമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രസിപ്പിറ്റേഷൻ? മുമ്പ് നമ്മൾ പറഞ്ഞു എന്തായി പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷണം. എന്താ? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് ഫാൾ ഓൺ എർത്ത് ആസ് ദ ക്ലൗഡ്സ് കനോട്ട് ഹോൾഡ് ഇറ്റ് ഫർദർ ഡ്യൂ ടു ഇറ്റ്സ് ഇൻക്രീസ്ഡ് വെയിറ്റ് ആൻഡ് സൈസ് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ. അതായത് നമ്മൾ തുടർച്ചയായിട്ട് ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആവിയായിട്ട് മേപ്പോട്ട് പോയിട്ട് അവിടെ ചെന്ന് മേഘങ്ങൾ ഉണ്ടാകുന്നത്, ഈ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കുറേശ്ശെ മേപ്പോട്ട് ചെന്ന് എന്താ ഈ നീരാവിയായിട്ട് അതിൻ്റെ വലിപ്പം കൂടും. ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അതിന് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവത്തില്ല അല്ലേ? അതെന്ത് ചെയ്യുന്നു? ദ്രാവക രൂപത്തിലോ അല്ലെങ്കിൽ ഇത് ആലിപ്പഴം എന്ന് വെച്ചാൽ ഖരരൂപമെന്ന് ഉദ്ദേശിച്ചു കേട്ടോ, ഐസ് കട്ട, ഖരരൂപത്തിലോ അത് ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? പ്രസിപ്പിറ്റേഷൻ എന്നാൽ എന്ത്? കണ്ടൻസേഷൻ എന്നാൽ എന്താണ്? ഇവാപ്പറേഷൻ എന്നാൽ എന്താണ്? ഇതൊക്കെ നല്ലതുപോലെ കേട്ടോ എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ ആണോ? അത്രയും. അടുത്ത 14ാമത്തെ ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ വിതരണം എങ്ങനെയൊക്കെയാണ്? അത് നമ്മുടെ ടെസ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഞാൻ എഴുതുന്നില്ല, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. എത്രയൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്നത് നിങ്ങൾ ടെസ്റ്റ് നോക്കി തന്നെ അതങ്ങ് പഠിക്കണം. എത്രയൊക്കെയാണ്? അതായത് 97% ഓഫ് വാട്ടർ ഓൺ എർത്ത് ഈസ് സലൈൻ വാട്ടറാണ്. ഭൂമിയിലെ ജലത്തിൻ്റെ 97% ലവണജലമാണ്, സലൈൻ വാട്ടറാണ്. 3% മാത്രമേ ഉള്ളൂ ഫ്രഷ് വാട്ടർ. ശുദ്ധജലം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള മൊത്തം വെള്ളത്തിൻ്റെ 3% മാത്രമേ ഉള്ളൂ നിങ്ങളെ ശുദ്ധജലം എന്ന് പറയുന്നത്. അടുത്തത് അടുത്ത നമ്മൾ ഈ കോണ്ടിനെന്റുകൾ ഏതൊക്കെയാണ്, ഓഷൻസ് എന്തൊക്കെയാണെന്നാണ്. നമ്മൾ കോണ്ടിനെന്റുകൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. 7 കോണ്ടിനെന്റ് ആണ്. ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏഷ്യയാണ്. അത് കഴിഞ്ഞ് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഏറ്റവും ചെറുത് ഓസ്ട്രേലിയയാണ്. നമ്മളത് പഠിച്ചതാണ്. ഈ പാഠത്തിൽ നമ്മൾ ഓഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൻ്റെ 1ാമത്തേതാണ് ഏതാ? പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, സതേൺ ഓഷൻ, ആർട്ടിക് ഓഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മൾ അതായത് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ 1ാമത്തെ പാർട്ടി പറഞ്ഞതാണ്. അടുത്ത നമ്മൾ ഓഷൻസിനെ കുറിച്ചാണ് നിങ്ങളെ പഠിക്കുന്നതാണ്. ഇത് ഓഷൻസ്, പേജ് നമ്പർ 140. ഇവിടെ നമുക്ക് ലോക സമുദ്ര ദിനത്തിനോടനുബന്ധിച്ച് കുറേ പ്ലക്കാർഡുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികളെ. കൺസേർവ് ഓഷൻസ്, പ്രിസർവ് ലൈഫ് ഓൺ എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രങ്ങൾ നമ്മൾ സംരക്ഷിക്കൂ. കൺസേർവ് ചെയ്യാന്ന് വെച്ചാൽ സംരക്ഷിക്കൂ, എന്നിട്ടോ ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ. പ്രിസർവ് ലൈഫ് ഓൺ എർത്ത്. കൺസേർവ് ഓഷൻസ്, അതുപോലെ തന്നെ സമുദ്രങ്ങൾ നമ്മൾ സംരക്ഷിക്കൂ. എന്താ? സെക്യൂർ അവർ ഫ്യൂച്ചർ, ഭാവിയെ നമ്മൾ എന്ത് ചെയ്യുക? സുരക്ഷിതമാക്കൂ. പിന്നെ ഓഷൻസ് ആർ നോട്ട് ഗാർബേജ് ക്യാൻസ്, ദേ ആർ ട്രഷർ ഹൗസസ് ഓഫ് റിസോഴ്സസ്. സമുദ്രങ്ങൾ ചവറ്റുകുട്ടകളല്ല. സമുദ്രങ്ങൾ എന്ന് പറയുന്നത് ചവറ്റുകുട്ടകളല്ല, വിഭവങ്ങളുടെ കലവറയാണ് എന്നാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോ പ്ലക്കാർഡ് നമ്മുടെ സമുദ്രത്തിൻ്റെ വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സമുദ്രം ഏത് വെള്ളമായാലും തോടായാലും കനാലായാലും എന്താണെങ്കിലും നമ്മളത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ജലം അമൂല്യമാണല്ലേ. അത് പാലാക്കരുതെന്നല്ല, പാഴാക്കരുത് കേട്ടോ. ഓഷൻസ് പ്ലേ vital roles in sustaining life on earth. Let's get familiarities with the
ഫെമിലറൈസ്ഡ് വിത്ത് ദ മോർ ഫ്യൂച്ചേഴ്സ് ഓഫ് ഓഷൻസ്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. സമുദ്രങ്ങളുടെ കൂടുതൽ സവിശേഷതകളൊക്കെ നമുക്ക് പരിചയപ്പെടാവുന്ന. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് അതൊന്നും വേണ്ടാന്നുകൊണ്ടാണ് ഞാനത് സ്പീഡിൽ വിട്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓഷനുകളെ കുറിച്ചാണ് നിങ്ങളെ. അതായത് പാഠത്തിൻ്റെ പേരേ ഓഷൻസ് ആയിരുന്നു. അപ്പോൾ ഓഷനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ നമ്മൾ ഓഷൻസ് എന്താണ് ഓഷൻ എന്ന് പഠിക്കണം അല്ലേ. ഓഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. അപ്പോൾ അത് മുതലാണ് ഇന്നത്തെ നമ്മുടെ പാഠം. നോക്കിക്കേ, എന്താണ് ഓഷൻസ്. നമ്മളത് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഓഷൻസ് കണ്ടോ. അതായത് നമ്മുടെ ടെസ്റ്റിലുണ്ട്. ഓഷൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെൻറ്റ്സ്. സീസ് ആൻഡ് ബേസ് ആർ പാർട്ട് ഓഫ് ഓഷൻസ്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷൻസ് ഈസ് നോൺ ആസ് ഓഷനോഗ്രാഫി എന്നാണ് കേട്ടോ. ഓഷനോഗ്രാഫി. Oceanography help understanding the complex movement of water in oceans. Moreover, the study help in addressing challenges like climate change, ocean pollution and depletion of biodiversity. എന്ന് വെച്ചാൽ എന്താ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഓഷൻ എന്നാൽ എന്ത്, അല്ലെങ്കിൽ എന്താ സമുദ്രങ്ങൾ എന്നാൽ എന്തെന്നാണ് പഠിച്ചത്. ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട്, നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഭൂഖണ്ഡങ്ങൾ എന്ന് വെച്ചാൽ കോണ്ടിനെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഈ കോണ്ടിനെൻറ്റുകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളെയാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. കോണ്ടിനെൻ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ ഇല്ലയോ. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന, അതിൻ്റെ എവിടൊക്കെയാണ് കിടക്കുന്നതെന്ന് നോക്കി എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കൊണ്ട് ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക അല്ലേ. കോണ്ടിനെൻറ്റുകൾ ഏതൊക്കെയായിരുന്നു? കോണ്ടിനെൻറ്റുകൾ അതായത് ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇത് ഇത്രയും കോണ്ടിനെൻറ്റുകളാണ്. ഈ കോണ്ടിനെൻറ്റുകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളെയാണ് നമ്മൾ സമുദ്രങ്ങൾ അല്ലെങ്കിൽ ഓഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമെങ്കിൽ ഈ മഞ്ഞയെല്ലാം എന്താണ്? കോണ്ടിനെൻറ്റുകളാണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, ഇതെല്ലാം എന്താ? കോണ്ടിനെൻറ്റുകളാണ്. ഈ കോണ്ടിനെൻറ്റുകളുടെ എല്ലാം ഇടയ്ക്ക് ഈ നീലയാണ് എന്താ? പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ. ഇതിൻ്റെ എല്ലാം ഇടയ്ക്കാണ് ആര് കിടക്കുന്നത്? ഓഷൻസ് കിടക്കുന്നത്. അപ്പോൾ ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളെയാണ് നമ്മൾ സമുദ്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ അങ്ങ് എഴുതിക്കോ. നോക്കിയേ, എന്താണ് ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ എന്നാൽ എന്താണ്? ഓഷൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെന്റ്. സീസ് ആൻഡ് ബേസ് ആർ പാർട്ട് ഓഫ് ഓഷൻസ് അല്ലെ. ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളെയാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. കടലുകള്, ഉൾക്കടലുകള്. സീസ് എന്ന് വെച്ചാൽ കടലുകള്. ബേസ് എന്ന് വെച്ചാൽ ഉൾക്കടലുകള്. ബേ ഓഫ് ബംഗാൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. ഈ സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് ഏതൊക്കെയാണ്? ഓഷനോഗ്രാഫി എന്നാ പറയുന്നത് കേട്ടോ. ഓഷൻ ആണ് സമുദ്രം, ഓഷനോഗ്രാഫി. വേൾഡ് ഓഷൻ ഡേ എന്നറിയപ്പെടുന്നത് എന്നാണ്? ജൂൺ 8 കേട്ടോ. ലോക സമുദ്ര ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 8. ഇനി നമ്മൾ പറഞ്ഞു സീ ഉണ്ട്, ബേ ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചാണ്. അപ്പം സീ, കടൽ. നമ്മളിപ്പോൾ സമുദ്രങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഓഷൻസ് എന്നാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ, അതായത് കോണ്ടിനെൻറ്റുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. കടലുകളും ഉൾക്കടലുകളും ഒക്കെ ഈ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. സമുദ്രങ്ങളുടെ കുറിച്ചുള്ളതിനെ നമ്മൾ ഓഷനോഗ്രാഫി എന്നാണ് പറയുന്നത്. ജൂൺ 8 നമ്മൾ ലോക സമുദ്ര ദിനമായിട്ടും ആഘോഷിക്കുന്നില്ല, ദിനമായിട്ട് എടുക്കുന്നത്. അപ്പോൾ സീ എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു മാർക്കിന്. കടൽ എന്ന് വെച്ചാൽ എന്താണ്? ദ പാർട്ട് ഓഫ് ഓഷൻസ് ദാറ്റ് ഈസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഈസ് കാൾഡ് സീ. അറേബ്യൻ സീ അതിന് ഉദാഹരണമാണ്. ഭാഗികമേ ഉള്ളൂ, പാർഷ്യലാണ്. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്നത്. ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. ഉദാഹരണം അറബിക്കടൽ കേട്ടോ. അറേബ്യൻ സീ, അറബിക്കടൽ അതിന് ഉദാഹരണമാണ്. സീ അല്ലേ അത്? അറേബ്യൻ സീ. ഇനി ബേ എന്ന് വെച്ചാൽ ഉൾക്കടൽ. ഉൾക്കടലൊക്കെ എന്തിൽ വരുന്നത്? ഇപ്പോൾ ഉൾക്കടലും കടലും ഒക്കെ ഓഷനകത്ത് വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ബേ എന്ന് വെച്ചാൽ എന്താണ്? ഉൾക്കടൽ എന്നാൽ എന്താ നോക്കിയേ. എ ബേ ഈസ് എ പാർട്ട് ഓഫ് ദ ഓഷൻസ്. നമ്മൾ മുമ്പ് പറഞ്ഞതാ സീസും ബേസും ഒക്കെ ഓഷന്റെ പാർട്ടുകളാണെന്ന് അല്ലേ. അപ്പോൾ എ ബേ ഈസ് എ പാർട്ട് ഓഫ് ഓഷൻസ് ദാറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു ദ ലാൻഡ്. കരഭാഗത്തിനുള്ളിലേക്ക്
കരഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. ഉള്ളിലായിട്ടായതുകൊണ്ടാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പം സീ എന്ന് വെച്ചാൽ കുറച്ച് മാത്രം ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് അതിനെ കടൽ എന്ന് പറയുന്നത്. അറബിക്കടൽ അതിന് ഉദാഹരണമാണ്. കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രമായതുകൊണ്ടാണ് അതിനെ ഉൾക്കടൽ എന്ന് പറയുന്നത്, ബേ എന്ന് പറയുന്നത്. ഇനി സ്ട്രെയിറ്റ് എന്നാൽ എന്താണ്? ഈ കടലിടുക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട് കേട്ടോ. കടൽ ഇടുക്ക്, സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നേരെ എന്നുണ്ട്, പക്ഷേ ഈ സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ കടൽ ഇടുക്കെന്നാണ് കേട്ടോ. എ സ്ട്രെയിറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ദാറ്റ് കണക്ട് ടു സീസ് ഓർ ഓഷൻസ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാൻഡ് ഏരിയാസ്. എക്സാമ്പിൾ പാക്ക് സ്ട്രെയിറ്റ്. പാക്ക് തിന്നുന്ന പാക്കല്ല കേട്ടോ, ഇവിടെ പാക്ക് PALK പാക്കാണ് കേട്ടോ. രണ്ട് കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക് എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ? രണ്ട് കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ഈ കരകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗത്തിനെയാണ് കടലിടുക്ക് എന്ന് പറയുന്നത്. പാക്ക് കടലിടുക്ക് എന്ന് അതിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെയൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വേൾഡ് ഓഷൻ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ വേൾഡ് ഓഷൻ ഡേയുടെ ലക്ഷ്യം, എയിം എന്ന് വെച്ചാൽ, ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിലീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷൻ ഇൻ അവർ ലൈഫ് അല്ലേ. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ജൂൺ 8 എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് ബേ ഓഫ് ബംഗാൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് കണ്ടോ. ബേ ഓഫ് ബംഗാൾ എന്താണെന്ന് ഇപ്പം നമ്മൾ വായിച്ചില്ലേ? സ്ട്രെയിറ്റ് ബേ ഓഫ് ബംഗാൾ നോക്കിക്കേ, കണ്ടോ ഓരോന്നും. പാക്ക് സ്ട്രെയിറ്റ്സ് കണ്ടോ, അറേബ്യൻ സീ, ഓരോന്നും കിടക്കുന്ന പടം നോക്കിയാൽ മതി. നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ, പടം ഒന്ന് നോക്കണേ, നമ്മളിപ്പോൾ പറഞ്ഞില്ലയോ. ഓക്കെ, അടുത്തത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അതായത് ANSV തരിണിയിൽ പോയിന്റ് നിമോ മറികടന്ന് ഇന്ത്യൻ വനിതകൾ. ഡൽഹിയിലാണ് നാവിക സാഗർ പരിക്രമ 2 ഭാഗമായിട്ട് സമുദ്രമാർഗം ലോകപര്യടനം നടത്തിയ ഇന്ത്യൻ നാവികസേനയിലെ ലഫ് കമാൻഡർമാരായ ദിൽന K, രൂപ A എന്നിവർ 2025 ജനുവരി 30 പോയിന്റ് നിമോ മറികടന്നു എന്നുള്ളതാണ്. അതൊന്ന് കാണാതെ നിങ്ങൾ പഠിക്കണ്ട. ഈ വാർത്ത നിങ്ങൾ നോക്കിയോ? ഡു യു നോട്ടീസ് ദീസ് ന്യൂസ്? ഹാവ് യു ഹേർഡ് ഓഫ് പാർട്ട് ഓഫ് ദ ഓഷൻസ് പോയിന്റ് നിമോ? പോയിന്റ് നിമോ എന്ന സമുദ്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടോ? പോയിന്റ് നിമോ ഈസ് ദ ഫർദസ്റ്റ് പോയിന്റ് ഓൺ ഓഷൻസ് ഫ്രം ദ ലാൻഡ്. ഫ്രം ദീസ് പോയിന്റ് ഓൺ ഹാസ് ദ ട്രാവൽ more than 2000 kilometers to reach the nearest point on land. Point Nemo is situated in the Pacific Oceans. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ളൊരു സമുദ്രഭാഗമാണ് ഈ പോയിന്റ് നിമോ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിലധികം നമ്മൾ സഞ്ചരിക്കണം. പോയിന്റ് നിമോ എവിടാന്ന് നോക്കിയേ, അത് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കും. പോയിന്റ് നിമോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പെസഫിക് ഓഷനിലാണ്. നമ്മൾ ഓഷനെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഏതൊക്കെ ഓഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, ഓഷൻ എന്തൊക്കെയാണെന്നാണ് ഇതുവരെ. പെസഫിക് ഓഷനിലാണ് എന്തുള്ളത്? പോയിന്റ് നിമോ പെസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. പിന്നെ ഇനി നമ്മൾ പഠിക്കുന്നത് ഓരോ ഓഷനുകളെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് പസഫിക് ഓഷൻ ആണ്. ഏതാണ്? പസഫിക് ഓഷൻ. ദ പസഫിക് ഓഷൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ. എബൌട്ട് 1/3 ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് ബൈ ദീസ് ഓഷൻസ്. ആ പടം നിങ്ങൾ നോക്കിക്കേ, പസഫിക് ഓഷൻ നോക്കിയേ, എത്രയും വലുതാണെന്ന് നോക്കിക്കേ. ദ നെയിം പസഫിക് വാസ് ഗിവൻ ബൈ ഫെർഡിനൻഡ് മെഗലൻ, an explorer. Magellan called it Mar Pacifico, which means peace. He named it Pacific means he felt that it was calmer than the Atlantic Oceans. അതായത് നമ്മുടെ ലോക സഞ്ചാരിയായ
ഫെർഡിനൻഡ് മെഗല്ല, പേരൊക്കെ നോക്കണേ. ഫെർഡിനൻഡ് മെഗല്ല പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത് ലോക സഞ്ചാരിയായ ഫെർഡിനൻഡ് മെഗല്ലനാണ് പസഫിക് സമുദ്രം എന്നുള്ള പേര് കൊടുത്തത് ആരാണ്? ഒരു മാർക്കിന് ചോദിക്കാം. ഞാൻ ഒരു മാർക്കിന്റെ എല്ലാം കൂടി ഒരു പാർട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇതിനകത്തിലേ ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഞങ്ങൾ സെപ്പറേറ്റ് ഇടുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്നാണ് വിളിച്ചിരുന്നത്. മാർ പസഫിക്കോ, പസഫിക് സമുദ്രം പസഫിക് ഓഷനാണ്, പക്ഷെ അദ്ദേഹം മാർ പസഫിക്കോ എന്നാണ് വിളിച്ചിരുന്നത്. ഈ വാക്കിന് പീസ് അല്ലെങ്കിൽ ശാന്തം എന്നാണ് അർത്ഥം. അറ്റ്ലാന്റിക് സമുദ്രത്തെക്കാൾ ശാന്തമാണ് ഈ പസഫിക് സമുദ്രം എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം അതിനെ പീസ് എന്ന് ശാന്തം എന്ന് പേരിട്ടത് കേട്ടോ. അപ്പം പസഫിക് സമുദ്രത്തിന് പേര് കൊടുത്തത് മെഗല്ലനാണ് കേട്ടോ. ഏതാ? ഫെർഡിനൻഡ് മെഗല്ലനാണ്. അദ്ദേഹം മാർ പസഫിക്കോ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. അതിന്റെ അർത്ഥം എന്താ? മറ്റേ അറ്റ്ലാന്റിക് ഓഷനെക്കാട്ടിൽ ശാന്തമായിട്ടാണ് ഇത് കിടക്കുന്നതുകൊണ്ട് ഇത് പീസ് എന്ന് അർത്ഥം വരുന്ന മാർ പസഫിക്കോ എന്നാണ് വിളിച്ചത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇപ്പം ഈ പടം നിങ്ങൾ നല്ലപോലെ ഒന്ന് നോക്കണം. ഇവിടെ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ് ആർ ഫൗണ്ട് ഇൻ ദീസ് ഓഷൻസ്. ഫിലിപ്പീൻസ്, ജപ്പാൻസ്, ഹവായി ആൻഡ് ന്യൂസിലാൻഡ് ആർ സം ഓഫ് ദ മേജർ ഐലൻഡ് ഇൻ ദ പസഫിക്. ദ ചലഞ്ചർ ഡീപ്പ് ഇൻ ദി മറൈന കേട്ടോ, അതൊക്കെ നല്ലപോലെ നോക്കണേ. മരിയാന കേട്ടോ, മറീനല്ല, മരിയാന ട്രെഞ്ച് ലൊക്കേറ്റഡ് ഇൻ ദ പസഫിക് ഓഷൻസ് ഇൻ ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഓൺ ദി എർത്ത്. സെവറൽ ട്രെഞ്ച് ആക്റ്റീവ് വോൾക്കാനോസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഓഷൻസ്. അപ്പം നമുക്ക് ഇതിനകത്തിൽ വാരി വലിച്ചൊന്നും പഠിക്കേണ്ട. ഞാനൊരു എല്ലാത്തിൻ്റെയും 3-4 പോയിന്റ് മാത്രം തന്നിട്ടുണ്ട്, നിങ്ങളത് മാത്രം പഠിച്ചാൽ മതി. അപ്പം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആ ലോക ഭൂപടം നിരീക്ഷിച്ചിട്ട് സമുദ്രങ്ങൾ പട്ടികപ്പെടുത്തൂ എന്ന് ഒന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഭൂപടം ഒന്ന് നോക്കിയിട്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ മുതലേ പഠിച്ചതാണ് ഓഷൻസ് 5 എണ്ണം ഉണ്ടെന്ന് അല്ലേ. പസഫിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ, ഇന്ത്യൻ ഓഷൻ, സതേൺ ഓഷൻ, ആർട്ടിക് ഓഷൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തതാണ് പസഫിക് ഓഷൻ. ഞാൻ അതിനകത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ 5 ഓഷൻ്റെയും നമ്മൾ 3-4 വരി വെച്ച് പഠിച്ചിരിക്കണം, മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് അത് പഠിക്കുന്നതെന്ന് നോക്കിയേ. പസഫിക് ഓഷൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ. ഏറ്റവും വലിയ ഓഷൻ ഏതാണ്? ആഴമേറിയ സമുദ്രം ഏതാണ്? അതൊരു ചോദ്യമാണ് കേട്ടോ. ഏറ്റവും ആഴമുള്ള ഒരു സമുദ്രവും ഏറ്റവും വലുതും പസഫിക് ഓഷനാണ്. ദ പസഫിക് ഓഷൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ. ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ് പസഫിക് ഓഷൻ. എബൌട്ട് 1/3 ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് ബൈ ദീസ് ഓഷൻസ്. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പസഫിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പസഫിക് ഓഷൻ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഓഷനാണ്. ഇനിയും അതിലെ ഈ ഓഷനകത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിനെ ഒത്തിരിയും ചോദിച്ചിട്ടുണ്ട്. പ്രധാന ദ്വീപുകൾ നോക്കിയേ, ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ് എന്നിവയാണ്. മേജർ ഐലൻഡ് ഇൻ ദ പസഫിക് ഓഷൻസ് ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ്, ജപ്പാന്, ഹവായി ആൻഡ് ന്യൂസിലാൻഡ്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതിലാ? പസഫിക് ഓഷനകത്തിലെ ഏറ്റവും ആഴമേറിയ ഈ 5 ഓഷനകത്തിലെയും അറിഞ്ഞിരിക്കേണ്ടത് മേജർ ഐലൻഡും കേട്ടോ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റും ഏതാണെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. എല്ലാ ഓഷനകത്തിലും ഏറ്റവും ആഴമുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നല്ല ആഴമുള്ള സ്ഥലമുണ്ട്. അപ്പം പസഫിക് ഓഷനകത്തിൽ അത് ഏതാണ്? മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് കേട്ടോ. ഇതിലാ പസഫിക് ഓഷനാണ് ഏറ്റവും വലിയ ഓഷൻ നമ്മൾ പറഞ്ഞു. അതിനകത്തിൽ ഏറ്റവും ആഴമുള്ളൊരു സ്ഥലം കാണുമല്ലോ. എല്ലാ ഓഷനകത്തിലും ആഴമുള്ളൊരു സ്ഥലമുണ്ട്. പസഫിക് ഓഷനകത്തിൽ ഏതാത്? മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് കേട്ടോ. ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാണ്? ദ ചലഞ്ചർ ഡീപ്പസ്റ്റ് ഇൻ ദ മരിയാന. ഞാനെപ്പോഴും മറീന ഇപ്പോൾ ട്യൂഷൻ കുട്ടിയുണ്ട് കേട്ടോ, അതുകൊണ്ട് മറിയാന ട്രെഞ്ചാണ് കേട്ടോ. മരിയാന എന്നാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മെരിയാന എന്ന് തന്നെ പഠിച്ചു കേട്ടോ. മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ്. അപ്പം ഈ 4 പോയിന്റ് മാത്രം പസഫിക് ഓഷൻ്റെ പഠിച്ചാൽ മതി കേട്ടോ. ഈ 4 പോയിന്റ് അപ്പോൾ തന്നെ ഫുൾ മാർക്ക് കിട്ടും. അടുത്ത 26ാമത്തത് അറ്റ്ലാന്റിക് ഓഷനെ കുറിച്ചാണ്. അടുത്ത ഏതാണ്? ഇവിടെ അതിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മേജർ ഐലൻഡ്, ഡീപ്പസ്റ്റ് പോയിന്റ്, കോണ്ടിനെന്റ് ബോർഡറിങ് ദ ഓഷൻസ്. ബോർഡർ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ബോർഡർ കണ്ടോ? ഇതിൻ്റെ ഏതൊക്കെയാണ്? പസഫിക് ഓഷൻ്റെ ബോർഡറിൽ ആരൊക്കെയാണ്? സൗത്ത് അമേരിക്ക വന്നിട്ടുണ്ട്, നോർത്ത് അമേരിക്ക. ഏതൊക്കെ കോണ്ടിനെന്റ് വന്നിട്ടുണ്ടെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇതിനോട് ചേർന്ന് സൗത്ത് അമേരിക്ക ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട് കേട്ടോ.
അതുകൂടെ കോണ്ടിനെൻറ്റും കൂടെ അങ്ങ് എഴുതിയേക്കണേ. ഇനി നോക്കിക്കേ, ടൈറ്റാനെ കുറിച്ചൊരു അറിഞ്ഞിരിക്കാൻ വേണ്ടി, അത് കാണാതെ പഠിക്കണ്ട, അറ്റ്ലാന്റിക് ഓഷൻ്റെ കേട്ടോ, കാണാതെ ഒന്നും പഠിക്കണ്ട. ടൈറ്റാൻ അന്തർവാഹിനി തകർന്നടിഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് വാഷിങ്ടണിലാണ് മാതൃപേടകമായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ടതിനു പിന്നാലെ സമുദ്രപേടകമായ ടൈറ്റാൻ തകർന്നടിഞ്ഞു. 1912 അറ്റ്ലാന്റിക് സമുദ്രങ്ങൾ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് യാത്ര തിരിച്ച 5 അംഗ സംഘമാണ് ഈ അപകടത്തിൽ പെട്ടത്. അത് കാണാതെ പഠിക്കേണ്ട, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷനെ കുറിച്ചാണ് നമ്മൾ എൻ്റെ അടുത്തത് പഠിക്കേണ്ടത്. ഇതിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് ഓഷൻ ഉള്ളത്. നമ്മൾ 1ാമത്തെ പസഫിക് ഓഷൻ പഠിച്ചു. ഇത് 2ാം സ്ഥാനമാണ്. അറ്റ്ലാന്റിക് ഓഷൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷൻസ്. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ദ ലെറ്റർ എസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ദ ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ അറ്റ്ലാന്റിക് ഓഷൻസ്. അതായത് വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്, 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് ഓഷൻ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ്സിനോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ ആകൃതി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഉള്ളത്. കേട്ടോണേ, ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാ. ദ ഓഷൻ റിഡ്ജ് കാൾഡ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ ഈസ് അനദർ ഫീച്ചേഴ്സ് ഓഫ് ദ അറ്റ്ലാന്റിക്. ആ പേര് നോക്കണേ, ആ പേര് നല്ലപോലെ നോക്കണം. മിൽവോക്കി ഡീപ്പ് എന്നാണ് കേട്ടോ. മിൽവോക്കി ഡീപ്പ് ഈസ് ദ, അടുത്ത പേര് നോക്കിയേ, പ്യൂർട്ടോ റിക്കോ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ്. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഐലൻഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷൻസ്. വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് അറ്റ്ലാന്റിക് ഓഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റ് കേട്ടോ. ടെസ്റ്റ് ഒന്ന് വായിച്ചു തന്നേ ഉള്ളൂ. അതായത് അറ്റ്ലാന്റിക് ഓഷൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പസഫിക് ഓഷനാണ്. രണ്ടാമത്തത് വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള സമുദ്രം അറ്റ്ലാന്റിക് ഓഷനാണ്. അതിനകത്തിലെ അറ്റ്ലാന്റിക് ഓഷനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാ? പസഫിക് ഓഷനിലെ ഡീപ്പസ്റ്റ് ഏതായിരുന്നു? നമ്മളിപ്പോൾ പറഞ്ഞ പസഫിക്കിലെ ഡീപ്പസ്റ്റ് ഓഷൻ ഏതായിരുന്നു? ചലഞ്ചർ ഡീപ്പ് കേട്ടോ, ചലഞ്ചർ ഡീപ്പ്. ഇനി ഇത് അറ്റ്ലാന്റിക് ഓഷനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാ? തൊട്ട് താഴെ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്, മിൽവോക്കി ഡീപ്പ്. അതായത് പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ, ആ പേരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക, പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏത് സമുദ്രം? അറ്റ്ലാന്റിക്കിലെ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡുമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഐലൻഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഏതാണ്? ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും. തിരിഞ്ഞു പോകല്ലേ, ഇത് ഇത്രയും ഏതാ നമ്മളിപ്പോൾ പറഞ്ഞത് അറ്റ്ലാന്റിക് ഓഷനെ കുറിച്ചാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ, അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴമേറിയ, ഈ 5 ഓഷനിലും ആഴമേറിയ ഭാഗം അറിഞ്ഞിരിക്കണം. അതിനകത്തിലെ ദ്വീപുകൾ ഏതാണെന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ഇന്ത്യൻ ഓഷൻ ആവും നിങ്ങളെ. ഇന്ത്യൻ സമുദ്രം. ഇന്ത്യൻ ഓഷൻ ഇസ് ദ 3rd ലാർജസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ് അല്ലേ. വലിപ്പത്തിൽ 3ാം സ്ഥാനം ഉള്ളതാണ് ഇന്ത്യൻ ഓഷൻ. ദ ഇന്ത്യൻ ഓഷൻ ഈസ് ദ ഓൺലി ഓഷൻസ് നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ പേര്, നമ്മുടെ രാജ്യമല്ലേ നിങ്ങളെ ഇന്ത്യ, ഈ രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രമേ ഉള്ളൂ, അത് ഇന്ത്യൻ സമുദ്രമാണ്. ഈ ഇന്ത്യൻ ഓഷനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാ? ജാവ ട്രഞ്ച്. അത് നമുക്ക് പറയാൻ എളുപ്പം അല്ലേ, ജാവ പവർഫുൾ അല്ലേ. ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ നിങ്ങളെ? ജാവ ട്രഞ്ച്. ഇന്ത്യൻ സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാണ്? ഇത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പേരുള്ളതാണ്. വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ്. പിന്നെ ഇതിനകത്തിലെ ഇന്ത്യൻ ഓഷനകത്തിലെ പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡും ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക. ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ ഓഷനിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷൻ ചോദിക്കുമ്പോൾ ഇത് 3-4 കുഞ്ഞു പോയിന്റുകളാണ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇന്ത്യൻ ഓഷൻ. അടുത്തത് മേജർ ഐലൻഡ് ഇൻ ദ ഇന്ത്യൻ ഓഷൻസ്. ഇംഗ്ലീഷാണ്. അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, മാൽദ്വീപ് ആൻഡ് ശ്രീലങ്ക. ഇനി അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാവും നിങ്ങൾ ഏതാ? മലാക്ക സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ കടലിടുക്ക്. മുമ്പ് നമ്മൾ പഠിച്ചതാ. ഈ മലാക്ക എന്ന് പറഞ്ഞൊരു സ്ട്രെയിറ്റ് ഉണ്ട്, കണക്റ്റഡ് ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സമുദ്രവും പസഫിക് ഓഷനും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കടലിടുക്കാണ് മലാക്ക കടലിടുക്ക് കേട്ടോ. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. അഥവാ ഞാൻ അന്നേരം എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഇത് ഓർത്തോണേ, ഇതങ്ങ് എഴുതിയെടുത്തോണേ.
അടുത്ത സതേൺ ഓഷൻസ് കേട്ടോ. സൗത്തേൺ ഓഷൻ നമ്മൾ പറയത്തില്ലേ, 4ാമത്തെ ഓഷനാണ് സൗത്ത് അല്ലേ. SOUTH ആകുമ്പോൾ സൗത്ത് അല്ലേ, അപ്പോൾ സൗത്തേൺ എന്നല്ലേ നമ്മൾ പറയേണ്ടത്. പക്ഷേ സതേൺ ഓഷൻ ദക്ഷിണ സമുദ്രം എന്താണ്, ദ സൗത്ത് അല്ലേ. സതേൺ ഓഷൻ സറൗണ്ട് അന്റാർട്ടിക്ക ടു ആൾമോസ്റ്റ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഇത് പറയുമ്പോഴെല്ലാം നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പടം ഉൾപ്പെടെയാണ് എല്ലാം തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇന്ത്യൻ ഓഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ചുറ്റും കിടക്കുന്ന ഓസ്ട്രേലിയ, ഏഷ്യ ഇതൊക്കെ അതിനോട് ചേർന്ന് കിടക്കുന്നത്. ആഫ്രിക്കയുണ്ട്. ഇതൊക്കെ സതേൺ ഓഷൻസ് കണ്ടോ. നോർത്ത് പോള്, ഇതൊക്കെ നമ്മൾ മറ്റേ പാടത്തിൽ പഠിച്ചതാണ്. സൗത്ത് പോള് ഓർമ്മയുണ്ടോ, ജിയോഗ്രഫി പഠിച്ചപ്പം. സതേൺ ഓഷൻസ്. അപ്പോൾ അതിനകത്തിൽ സതേൺ ഓഷൻസ് സറൗണ്ട് അന്റാർട്ടിക്ക ടു ആൾമോസ്റ്റ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ. ആർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ഇതിനകത്തിലെ ഡീപ്പസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദ സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദീസ് ഓഷൻ. ആഴമേറിയ ഭാഗം, സതേൺ ഓഷനകത്തിലെ ആഴമേറിയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ചാണ്. ജാവ നമ്മളിപ്പോൾ പഠിച്ചു, അത് പഠിക്കാൻ എളുപ്പമാണ്. മറിയാന ട്രഞ്ച് നമ്മൾ പെസഫിക്കിനകത്തിൽ മറിയാന ട്രഞ്ച് അല്ലേ. മറ്റേനകത്തിൽ ഏതാ, അന്റാർട്ടിക്കകത്തിൽ ഏതായിരുന്നു, ഏത് ട്രഞ്ചാ, പ്യൂർട്ടോ റിക്കോ ട്രഞ്ച്. ഇപ്പം ഇച്ചിരി കഴിയുമ്പോൾ ചോദിക്കും, അതുകൊണ്ടാണ് ഇന്ത്യൻ ഓഷനകത്തിൽ ഇന്ത്യക്കാർക്ക് ജാവ കേട്ടോ, ജാവ. സതേണിനകത്തിൽ ഏതാന്ന് നോക്കിയേ, സതേണിനകത്തിലെ ഡീപ്പസ്റ്റ് സാൻഡ്വിച്ച് തിന്നുന്നതാണ് കേട്ടോ, സാൻഡ്വിച്ച് ട്രഞ്ച്. ആഴമേറിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് കേട്ടോ. ഐലൻഡ് ഏതൊക്കെ ഇവിടുത്തെ, ഡോൾമാനും ഹേഡും. അപ്പോൾ ഈ 3 പോയിന്റ് സതേൺ ഓഷനിൽ എഴുതിയിട്ടുള്ളൂ. അത് വൃത്തിയായിട്ട് പഠിക്കാം. 29. അടുത്ത 30ാമത്തെ കുഞ്ഞുങ്ങളെ ആർട്ടിക് ഓഷൻസ്. അല്ലാതെ അതിനകത്തിൽ പ്രത്യേകിച്ച് വരി വലിച്ച് പഠിക്കാനായിട്ടൊന്നും ഞാൻ തന്നില്ല. പ്രധാനപ്പെട്ട 3 പോയിന്റ് വീതമേ തരുന്നുള്ളൂ. ലാസ്റ്റിലത്തെ ഓഷനാണ് ആർട്ടിക് ഓഷൻസ്. ആർട്ടിക് ഓഷൻസ് ഈ സിറ്റുവേറ്റഡ് മോസ്റ്റ്ലി വിതിൻ ദ ആർട്ടിക് സർക്കിൾ. ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആർട്ടിക് സമുദ്രം അല്ലേ. ഇതിനകത്തിലെ ഡീപ്പസ്റ്റ് പോയിന്റ് നോക്കിയേ, മൊല്ലോയി ഗർത്തം. ഏതാ, മൊല്ലോയി, MOLLOY, മൊല്ലോയി ഡീപ്പ്. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ഗർത്തം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊല്ലോയി ഗർത്തം. ഇതൊക്കെ പഠിച്ചേ ഒക്കത്തുള്ളൂ കേട്ടോ, പഠിക്കാതെ ഒരു ഇതുമില്ല. കുറേ ഈ 5 ഓഷനകത്തിലെയും ഡീപ്പസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക് ഓഷൻസ് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് ബോർഡർ ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ഈ ആർട്ടിക് സമുദ്രം. അപ്പം ഈ 3 പോയിന്റ് പഠിക്കണം. ഇനി നമ്മൾ ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ടെസ്റ്റിൽ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. സമുദ്രങ്ങൾ, പൊസിഷന്, ഡീപ്പസ്റ്റ്, മേജർ, അതായത് അതിൻ്റെ വലിപ്പക്രമം എഴുതണം. ആഴമേറിയ ഭാഗം ഏതാന്ന് എഴുതണം. പ്രധാന ദ്വീപുകൾ നോക്കിയേ. സതേൺ ഓഷൻ ദക്ഷിണ സമുദ്രം 4ാം സ്ഥാനമാണ്. അതായത് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. 1ാം സ്ഥാനം ആരാണ്, 1 പെസഫിക്കാണ്. നമ്മൾ പഠിച്ച ഓർഡർ കറക്റ്റായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. പെസഫിക് 1ആണ്, അറ്റ്ലാന്റിക് 2ആണ്, ഇന്ത്യൻ ഓഷൻ 3ആണ്, സതേൺ ഓഷൻ 4ആണ്, ആർട്ടിക് ഓഷൻ 5ആണ്. ആ ഓർഡർ കറക്റ്റായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. പൊസിഷൻ ഇൻ സൈസ് കേട്ടോ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇത്രയും സൂം ചെയ്ത് കാണിച്ചേണ്ടോ. ആ വലിപ്പക്രമം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഉണ്ട്. ഇനി അതിനകത്തിലെ നോക്കിക്കേ, ഓരോന്നിൻ്റെയും നമ്മളിപ്പോൾ പറഞ്ഞ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതൊക്കെയാണെന്ന്. സതേൺ ഓഷനകത്തിൽ അല്ലേ ഏതാണ്, സാൻഡ്വിച്ച് ട്രെഞ്ചാണ്. ആർട്ടിക് ഓഷനകത്തിൽ മൊല്ലോയി ഡീപ്പാണ്. പെസഫിക് ഓഷനകത്തിൽ മറിയാന ട്രെഞ്ചാണ്. അറ്റ്ലാന്റിക് ഓഷനകത്തിൽ പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചാണ്. ഇന്ത്യൻ ഓഷനകത്തിൽ ജാവ ട്രെഞ്ചാണ് കേട്ടോ. ഈ ട്രെഞ്ച് എല്ലാ ട്രെഞ്ചും ഒന്ന് നോക്കണേ, 5 ട്രെഞ്ചും. മേജർ ഐലൻഡുകൾ ഏതൊക്കെയാണ്, സതേൺ ഓഷനകത്തിലെ ഡോൾമാൻ ഹേഡും, കാനഡയിലെ ആർട്ടിക് ദ്വീപസമൂഹം ആർട്ടിക്കിൽ, ഹവായി, ഫിലിപ്പീൻസ്, ജപ്പാൻ ഒക്കെ ഏതാണ്, പസഫിക് ഓഷനിലെയാണ്. പിന്നെ ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡും ഒക്കെ അറ്റ്ലാന്റിക് ഓഷനിലെയാണ്. ശ്രീലങ്ക, ലക്ഷദ്വീപ്, മാലിദ്വീപ് ഒക്കെ ഏതാണ്, ഇന്ത്യൻ ഓഷനിലെയാണ്. അതായത് ഞാൻ ഇങ്ങനെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങളിനി സൂം ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കണം കേട്ടോ. മനസ്സിലായോ? അപ്പം ഓഷനുകളെ കുറിച്ച് മൊത്തം നമ്മൾ പറഞ്ഞു. ഇനിയുണ്ട്. ഇനിയെന്ന് വെച്ചാൽ ഓഷനും അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങളെ, അത് പാർട്ട് 3-ൽ ഇടാം. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ കുഞ്ഞുങ്ങളെ. താങ്ക് യു.